സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് കിട്ടിയില്ല. പക്ഷേ ട്രംപ് വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം വീണ്ടും കൊണ്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. പക്ഷേ ഒരു തമാശ എന്താണ്, ഇന്ത്യ അറിഞ്ഞിട്ടില്ല, റഷ്യയും അറിഞ്ഞില്ല, ട്രംപ് അറിഞ്ഞു. ട്രംപ് പറയുന്നു എണ്ണ വാങ്ങുന്നത് നിർത്തി ഇന്ത്യ. ഇതിൻ്റെ കഥ എന്താണെന്നറിയാവോ? പീയൂഷ് ഗോയൽ എവിടെ പോയി? അമേരിക്കയിൽ പോയിരുന്നു ചർച്ചയ്ക്ക്, വാഷിങ്ടണിൽ പോയി. അവിടെ വച്ച് ചർച്ച നടന്നപ്പോൾ ഇറാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമൊക്കെ ഗ്യാസ് കൂടുതൽ വാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നൊരു കാര്യം പീയൂഷ് ഗോയൽ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അങ്ങനത്തെ അഭിപ്രായം പറഞ്ഞു. നമ്മളിപ്പോൾ നിർത്തുന്നില്ല, പക്ഷേ 10-25% എണ്ണ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുകയാണ്. അത് വളരെ വില കുറച്ചാണ് തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. റഷ്യയ്ക്ക് ഗുണമുണ്ടോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയില്ല. കാര്യം റഷ്യയ്ക്ക് ഉക്രൈനെ അടിക്കാനുള്ള പൈസ കിട്ടുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ വിഷയം. പക്ഷേ എന്തായാലും ഞങ്ങൾ ഇത് പരിശോധിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാം എന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു പീയൂഷ് ഗോയൽ. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുന്നു ഇന്ത്യ നിർത്തിയിരിക്കുന്നു എണ്ണ വാങ്ങലെന്ന്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആദ്യം വന്ന് വെറുതെ ഇരുന്നു, പക്ഷേ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനിക്കാവുന്നൊരു സാഹചര്യവും ഇപ്പോഴില്ല. കാരണം ഉക്രൈനെ അടിക്കുന്നത് റഷ്യയുടെ കാര്യം, റഷ്യയുടെ അടിക്കുന്നത് ഉക്രൈൻ്റെ കാര്യം. അതിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യയ്ക്ക് അടിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നതിനകത്ത് ന്യായമില്ല. പക്ഷേ ട്രംപ് പറയുന്നത് ആദ്യം ഇന്ത്യ നിർത്തി, ഇനി അടുത്ത ചൈനയും നിർത്തുമെന്നാണ്. പക്ഷേ ചൈനയും നിർത്താനൊന്നും പോകുന്നില്ല. റഷ്യയിൽ നിന്ന് നന്നായിട്ട് എണ്ണ വാങ്ങും, ഇന്ത്യയും എണ്ണ വാങ്ങും. കാരണം വില കുറച്ച് കിട്ടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. കാരണം രാജ്യത്ത് ഇപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി പെട്രോളിനും ഡീസലിനും വില കൂടാതിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ വില കുറച്ച് എണ്ണ കിട്ടുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഈ വാദം ഒരു ആവശ്യമില്ലാത്ത വാദമായി നിൽക്കും. അദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. ഇന്ത്യ എന്തായാലും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ട്രംപ് പറയുമ്പോൾ അല്ലല്ലോ ഇന്ത്യ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സർവതന്ത്ര സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പക്ഷേ ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ നിർത്തി വാങ്ങുന്നത് റഷ്യ പെട്ടുപോകും എന്നാണ്. പക്ഷേ ഇന്ത്യ നിർത്തിയതുപോലെ ചൈനയും നിർത്തണം എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതൊന്നും ശരിയല്ല. ഞാനീ പറഞ്ഞ പോലെ ട്രംപ് പറയുന്നതിനകത്ത് യാതൊരു ന്യായമില്ല. ഇന്ത്യ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ആലോചിക്കുമ്പം പറയാം.